നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. കള്ളിക്കാട് പ്രവർത്തിക്കുന്ന ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിൻ്റെ വൈറ്റ് കോട്ടൺ സെറിമണിയും അവിടെ ഇപ്പോൾ പുതുതായിട്ട് LBS നിന്നും അനുവദിച്ച LBS സ്കിൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ ലാബിൻ്റെ ഉദ്ഘാടനം, കുട്ടികളുടെ കലാപരിപാടികൾ, അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള കുറച്ച് പരിപാടികൾ നടക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കേരളത്തിൽ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് UGC ആൻഡ് NSQF, NAC തുടങ്ങിയ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളാണ് കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നടന്നുവരുന്നത്. BVOC എന്ന പേരിലുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് പുറമെ പൂർണ്ണമായും കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ LBSൻ്റെ സ്കിൽ സെൻറ്റർ കൂടി ഇവിടെ അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനവും മറ്റു പരിപാടികളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2025 മെയ് 14 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കോളേജിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലി പാറശാല നിയോജക മണ്ഡലം MLA CK ഹരീന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രിയമുള്ളവരെ, ആദിത്യൻ പാരാമെഡിക്കൽ സെൻറ്ററിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഫൗണ്ടേഷൻ്റെ ചില കോഴ്സുകൾ കൂടെ പുതുതായി അനുവദിച്ച് അതിൻ്റെ പ്രവർത്തന ആരംഭം കുറിക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹം നേരിടുന്ന ലഹരി എന്ന മാരകമായ സാമൂഹ്യ വിപത്തിനെതിരെ ഒരു ലഹരി വിരുദ്ധ സന്ദേശം കൂടെ ഈ ദിവസം ആരംഭിക്കാൻ മുൻകൈയെടുത്ത അവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ജീവനക്കാർ, അധ്യാപകന്മാർ, വിദ്യാർത്ഥികൾ അവർക്ക് എല്ലാവിധ ഭാവുകളും ഞാൻ നേരുന്നു. ഈ റാലി, ലഹരി വിരുദ്ധ സന്ദേശ റാലി ഔപചാരികമായി ഞാൻ ഫ്ലാഗ് ഓഫ് ഉയർത്തി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ എളിയ സംസാരം അവസാനിപ്പിക്കുകയാണ്.
ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയെയും സമൂഹത്തെയും രാജ്യത്തിനെയും ശിഥിലമാക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായാണ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് റാലിയുമായി ലഹരി വസ്തുക്കളുടെ റാലിക്ക് ശേഷം നടന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറിൽ കാട്ടാക്കട എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിശുപാലൻ ക്ലാസ് എടുത്തു. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ശ്യാം ലൈജു LS അധ്യക്ഷതയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AJ തുഷാര സ്വാഗതം പറഞ്ഞ തുടർ പരിപാടിയിൽ LBS സ്കിൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനം LBS അസിസ്റ്റന്റ് ഡയറക്ടർ AK മുജീബ് റഹ്മാൻ നിർവഹിച്ചു. 2024-25 ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വൈറ്റ് കോട്ട് നൽകൽ ചടങ്ങ് ബീരണകാവ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സോജ രാജ് SS ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ പുതുതായി നിർമ്മിച്ച ലാബും കേന്ദ്ര സർക്കാരിൻ്റെ സങ്കൽപ്പ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സഹകരിച്ചുകൊണ്ട് 30 വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി നടപ്പിലാക്കിയ എൽഡർലി കെയർ കമ്പാനിയൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ നിർവഹിച്ചു. ഒരിക്കൽ കൂടി നമസ്കാരം. കേരള ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജി സ്കിൽ സെന്ററിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികളായ സ്നേഹയും ഐശ്വര്യയും സ്വാഗതം ചെയ്യുന്നു. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ പ്രവർത്തന വഴികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ LBS സ്കിൽ സെന്റർ ആയിട്ടുള്ള ഒരു അഫിലിയേഷൻ കൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു. അതിനു വേണ്ടിയിട്ട് വളരെയേറെ ഞാൻ ഒരുപാട് നമ്മുടെ LBS ഡയറക്ടർ സാറുടെ മുജീബ് റഹ്മാൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സാറിനെ ഏകദേശം ആഴ്ചയിൽ എനിക്ക് തോന്നുന്ന ഒരു 4-5 ദിവസമെങ്കിലും ഞാൻ മുജീബ് സാറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ സാർ എന്തായാലും വളരെ സ്നേഹത്തോടെ കൂടിയാണ് ഈ അവസാന നിമിഷം വരെ എന്നോട് പെരുമാറിയിട്ടുള്ളത്. അത്രത്തോളം ഒരു ക്ഷമയുള്ള ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് LBS ഒരു അഫിലിയേഷൻ
കിട്ടി. നമുക്ക് ഈ സ്കിൽ സെന്റർ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. NSQ ഓഫ് കന്യാകുമാരി യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകൾ വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ നിന്ന് പ്രദാനം ചെയ്തു വരികയാണ്. ഒരു കാർഡിയാക് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി തുടങ്ങിയവ ഇപ്പോൾ നടന്നു വരുന്ന കോഴ്സുകളാണ്. ഇതുപോലൊരു സ്ഥാപനം നമ്മുടെ ഈ ഒരു പ്രദേശത്ത് വളരെ കുറവാണ്. ഈ സ്ഥാപനത്തിന് പുതുതായി അനുവദിച്ച് കിട്ടിയ ലാൽ ബഹദൂർ ശാസ്ത്രി സ്കിൽ സെന്ററിന്റെ ഉദ്ഘാടനവും നമ്മുടെ കുട്ടികളുടെ വൈറ്റ് ബോർഡ് സെറമണിയും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനത്തിനും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ നിക്ഷിപ്തമായ കർത്തവ്യം. അത് എന്നെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമയപരിധി കാരണം പോകേണ്ടി വന്നിരിക്കുകയാണ്. ആ കർത്തവ്യം നിർവഹിക്കാനായി കാര്യപരിപാടിയിലെ മുഖ്യ അതിഥിയായ LBS അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ AK മുജീബ് റഹ്മാൻ സാറിനെ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടി ഒരു സ്കിൽ സെൻറ്റർ LBSൻ്റെ സ്കിൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ LBS എന്ന സ്ഥാപനം 1955 ഒരു കൺസൾട്ടൻസി സ്ഥാപനം, അതായത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായി ഒരു കൺസൾട്ടൻസി വിങ്ങായാണ് ആദ്യം LBS തുടങ്ങുന്നത്. അതിനുശേഷം 1975 LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, LBS ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു പേരിലേക്ക് ഇത് മാറുന്നു. നമ്മൾ അടുത്ത വർഷം നമ്മുടെ 50ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ ആശംസ അർപ്പിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ M സതീഷ് കുമാർ, കള്ളിക്കാട് വാർഡ് മെമ്പർ J കല തുടങ്ങിയവരും സംബന്ധിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് നമ്മളിപ്പോൾ വൈറ്റ് ബോർഡ് സെറമണി, ലൈറ്റ് ലാമ്പിംഗ് സെറമണി കൂടെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം കുറേ പേരെങ്കിലും MBBS ഒക്കെ ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ കിട്ടാതെ പോയിട്ടായിരിക്കാം അല്ലെ പാരാമെഡിക്കൽ ചൂസ് ചെയ്യേണ്ടി വന്നത്. ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് കരുതരുത്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു സേവന മേഖലയാണ്. അത് ഏത് ഫീൽഡായാലും തന്നെ മനസ്സോടു കൂടെ ചെയ്യാനായിട്ട് എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
binds together my curiosity, compassion, and humility with my duty as a paramedic. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാടിൻ്റെ ഒരു പൊൻതൂക്കിലായി തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ മലയോര പ്രദേശമായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് അത് നല്ല രീതിയിൽ തലയെടുപ്പൊട്ടി നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതുപോലെ തന്നെ LBS 1993 കാസർഗോഡ് പൂവൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് LBSന്റെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് 1993 അത് കഴിഞ്ഞതിന് ശേഷം 2025 ആയപ്പോഴേക്കും നമ്മുടെ ഈ ചെറിയ കൊച്ചു ഗ്രാമമായിട്ടുള്ള ഈ മേഖലയിലേക്ക് LBSന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നമുക്ക് അതിൻ്റെ അഫിലിയേഷൻ കിട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും. ആദിത്യൻ പാരാമെഡിക്കൽ സെന്ററിൽ സന്തോഷം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കടന്നു നിൽക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് അവരുടെ ഈ ആഘോഷ പരിപാടികൾ ഇന്ന് തുടക്കം കുറിച്ചത്. നമ്മുടെ ഈ വാർഡിൽ നിലകൊള്ളുന്നതിന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ട് അതിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടറായ ശ്യാം കഴിഞ്ഞു മാനസികമായും സാമ്പത്തികമായും വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നമ്മുടെ ഈ വാർഡിൽ കൊണ്ടുവരുന്നത്.
വിവാഹിതയാവാൻ പോകുന്ന സഹപ്രവർത്തകയ്ക്കും പ്രതിശ്രുത വരനും ടീച്ചർമാർ ചേർന്ന് ചെറിയൊരു വിവാഹ സമ്മാനവും നൽകിയാണ് പരിപാടി അവസാനിപ്പിച്ചത്. ഈ പരിപാടിക്ക് ശേഷം ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് പ്രശ്നം ഉള്ളതിനാൽ ആ കലാപരിപാടികളെല്ലാം തന്നെ ഷോർട്സ് വീഡിയോയായി ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.